ഹായ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊരു സിമ്പിൾ കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. മുളക് വറുത്ത പുളി, അതാണ് കറിയുടെ പേര്. അപ്പോൾ നമ്മളതിനായിട്ട് നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞിട്ട് അതിൽ ലേശം, അതായത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണേ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിൽ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിൽ ഉണക്കമുളക്, അതുപോലെ വേപ്പില, ഇത് രണ്ടും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് പൊട്ടിക്കാം കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇവിടെ വെള്ള കാന്താരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വെള്ള കാന്താരി ഇല്ല എങ്കിൽ നമുക്ക് പച്ചമുളക് കൊടുക്കാം. പച്ചമുളകൊന്ന് വട്ടത്തിൽ മുറിച്ച് കൊടുത്താൽ മതി. അതുപോലെ കുറച്ചധികം ചെറിയ ഉള്ളി, അതായത് ഒരു കൈപ്പിടി നിറയെ ഉണ്ടായിക്കോട്ടെ, ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള, അതായത് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പുളിവെള്ളം ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കുകയാണേ. ഈ പുളിവെള്ളത്തിൽ നമ്മൾ ലേശം ഒരു 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഉലുവ വറുത്ത് പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ, അത് നിർബന്ധമുള്ള കാര്യമല്ല. അതുപോലെ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ മുളക് വറുത്ത പുളി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരുപാട് സാധനങ്ങളുടെ ആവശ്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.